അപ്പോൾ എല്ലാവരും ബ്രെയിൻ സയൻസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ടൈമർ ലോക്ക് ബോക്സ് ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ തംബ്നെയിലും ടൈറ്റിലൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സംഭവം അറിയാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ അഡിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്മാർട്ട് ഫോൺ അഡിക്റ്റ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും നമ്മളെക്കുറിച്ച് തന്നെ പറയാൻ വേണ്ടി പറ്റില്ല. കാര്യം നമ്മളൊക്കെ തന്നെയാണെങ്കിലും ഒരു കുറഞ്ഞത് ഒരു 2-3 മണിക്കൂറെങ്കിലും വെറുതെ റീൽസോ അല്ലെങ്കിൽ ഷോർട്സോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊക്കത്തേക്ക് സ്വൈപ്പ് ചെയ്ത് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടീമുകൾ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കളയുന്ന ആ ഒരു 2-3 മണിക്കൂർ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ചിലപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള കുറേ സമയങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് ഇടയ്ക്കായിരിക്കും ആരെങ്കിലും ഒരു മെസ്സേജ് വരും. നമ്മൾ ആ വർക്ക് ഇട്ടിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം റീലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചത് നോക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോക്കസ് തിരിച്ചെടുത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ആ യൂസേജ് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്വയം കൺട്രോൾ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഒരു കൺട്രോളർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളർ എന്ന് പറയാൻ വേണ്ടി പറ്റും സ്മാർട്ട് ഫോൺ കേസിൽ. അതുപോലെ പിള്ളേരുടെ കേസിലാണെങ്കിലും അതെ, നമ്മളിപ്പോൾ അറിയാം പിള്ളേരൊക്കെയാണ് സ്മാർട്ട് ഫോൺ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വീട്ടുകാരുടെ ഫോണാണെങ്കിലും വീട്ടുകാർ കാണാതെ പിള്ളേർ നൈസായിട്ട് എടുത്തിട്ടും ഗെയിം കളിക്കുന്നവരുണ്ട്, യൂട്യൂബ് വീഡിയോസ് കാണുന്നവരുണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു 3 മണിക്കൂർ ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പിള്ളേർ അതിനകത്ത് ഒരു 5-6 മണിക്കൂറൊക്കെ ദിവസം സ്പെൻഡ് ചെയ്യുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്കൊരു സെൽഫ് കൺട്രോൾ വേണം, അതുപോലെ തന്നെ പിള്ളേർക്കും വേണം. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, പിള്ളേർ പിന്നെ എടുക്കും ഫോൺ. പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്നിരുന്ന ആ പാസ്വേഡ് മനസ്സിലാക്കും, പിന്നെ ഇരുന്ന് ഫോൺ ഉപയോഗിക്കും. സോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു ഗാഡ്ജറ്റാണ്. സിമ്പിളായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഎക്സ്പെൻസീവ് അല്ല, ഇച്ചിരി പൈസയുണ്ട്. ഏകദേശം 2 എണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു ഒരു 6 രൂപ അടുത്ത് വന്നു. കസ്റ്റംസ് ഡ്യൂട്ടി എല്ലാം കൂടെ വന്നിട്ടാണ്. നമ്മുടെ ഇവിടെ അവൈലബിൾ ആണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കലി അവൈലബിൾ ആണ്, ആമസോണിലുണ്ട്. പക്ഷേ ആമസോണിൽ 6000 സംതിങ്ങിനാണ് കണ്ടത്. ഒരെണ്ണത്തിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത് 6000. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം എടുത്തപ്പോൾ അതിലും കുറവാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്തുനിന്ന് സാധനങ്ങൾ എടുക്കാറുള്ളത്. സോ എന്തായാലും കൂടുതൽ ഡിലേ എടുക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ബോക്സ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈമർ ലോക്ക് ബോക്സ് എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതാണ് ഷാങ്ഹായ് കുണ്ടു ഇൻഡസ്ട്രിയൽ കോ LTD. ഓക്കെ, ഇതാണ് കമ്പനിയുടെ പേര്, ഷാങ്ഹായ് കുണ്ടു നല്ല പേരാണ്, കുണ്ടു. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സിൻ്റെ അകത്തുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നത്. നമുക്ക് ഫോൺ എടുക്കാനും പിടിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് അവേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഫോണൊക്കെ എടുക്കാൻ നേരത്തെ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഫോൺ എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോളുണ്ട്, നമുക്ക് കട്ട് ചെയ്യാനും കോൾ എടുക്കാനും. അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആണ്, അപ്പോൾ ആരാ വിളിക്കുന്നതെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ ഇതിലിട്ടിട്ട് സംസാരിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ, ലൗഡ് സ്പീക്കറിലിട്ടേണ്ടി വരും, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബ്ലൂടൂത്ത് വല്ലതും കണക്ട് ചെയ്ത് നോക്കേണ്ടി വരും, അല്ലാതെ ഇത് അങ്ങനെ തന്നെ പിടിച്ചിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി സ്പെക്ക് കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം നിങ്ങളുടെ ഫോണിൻ്റെ സൈസ് ഏകദേശം ഇതല്ല നോക്കേണ്ടത്, നിങ്ങൾ ഇന്നർ സ്പേസ് ഇവിടെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സൈസിലാണ് നിങ്ങളുടെ ഫോൺ വരുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കേണ്ടതായിട്ട് വരും. അതല്ലാതെ നമുക്ക് ഇതിനകത്ത് 350 mAh ഒരു ബാറ്ററി ഉണ്ട്. നമുക്ക് മാക്സ് സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 99 hours വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 240 gram. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മിനിറ്റ്, അവേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ്സ് അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഓപ്ഷൻ ഉണ്ട്. നമുക്കപ്പോൾ എന്തായാലും തുറന്ന് നോക്കാം. ഇതിന് സീല് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തുറന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് വേറൊരു കവറിങ് ഉണ്ട്. ഓക്കെ, വേറെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല, നമുക്കത് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്, ടൈം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ട് ഒരു പ്ലസ് സൈൻ ഉണ്ട്, നമുക്ക് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ മൈനസ് ഉണ്ട്, ടൈം കുറക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ലോക്കും അതുപോലെ തന്നെ ടൈം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഇതാണ്. ഓക്കെ, അപ്പോൾ അതല്ലാതെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്കൊരു പിടിക്കാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ട്, ഒരു ഫ്രിഡ്ജ് പോലെ ഇട്ടിട്ടുണ്ട്. നമുക്ക് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിൻ്റാണ്, അവിടെ 2 ഇടത്തും പിടിച്ചിട്ട് നമുക്ക് തുറക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ പറ്റും, ഇവിടെയാണ് ലോക്ക് ആവുന്നത്, ഇതിൻ്റെ അകത്തേക്ക് പോയിട്ടാണ് ലോക്ക് ആവുന്നത്. ഒരു മാഗ്നറ്റിക് പോലത്തെ എന്തോ ഒരു ലോക്കായിട്ടാണ് ഇതിനകത്തുള്ളത്, ഇലക്ട്രിക്കോ മാഗ്നറ്റിക്കോ സംതിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. പണി പാളിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ചൈനീസാണ്. ഓക്കെ, ഫുൾ ചൈനീസാണ്. അപ്പോൾ ഇവിടേക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരുന്നതെന്ന് പഠിച്ചവനറിയാം, എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷിൻചോ തൽക്കാലം അത്ര മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് ടൈം കാണിക്കുന്നത്, ഇവിടെയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്ലസ് ബട്ടൺ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും. അതേപോലെ തന്നെ നമുക്ക് ഈ മോഡ് ഇവിടെ നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഓരോന്നും ഇങ്ങോട്ട് മാറണം. മണിക്കൂറാണോ സെറ്റ് ചെയ്യേണ്ടത്, മിനിറ്റാണോ
അതോ സെക്കൻഡ്സ് ആണോ എന്നുള്ളത് പറയും. അതുപോലെ തന്നെ ഇവിടെ ലോക്ക് അൺലോക്ക് സ്റ്റാറ്റസ് കാണിക്കും, ബാറ്ററി പവർ എന്തോരം ഉണ്ടെന്നുള്ളത് കാണിക്കും. നമുക്ക് എന്തായാലും ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് ചാർജ് ചെയ്തിട്ട് വരും, മിക്കവാറും ഫുള്ള് ഡെഡ് ആയിരിക്കും. ഓക്കെ, അതല്ലാതെ നമുക്ക് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾ എടുക്കാനും പിടിക്കാനുള്ള ഹോളാണ്. അതുപോലെ തന്നെ നമുക്ക് താഴെ വേറൊരു ഹോളുണ്ട് നമുക്ക് ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അതല്ലാതെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് ചാർജിങ് പോർട്ട് ഉള്ളത്. മൈക്രോ USB ആണ്, ടൈപ്പ് സി അല്ല. ഈ ഒരു കവറിനകത്ത് ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, മൈക്രോ USB കേബിളായിരിക്കും. നമ്മുടെ ഈ ലോഡ് കണക്കിന് മൈക്രോ USB കേബിൾ അടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ കവർ തുറന്നൊന്നും എടുക്കുന്നില്ല, നമ്മുടെ കയ്യിലുള്ള ഒരെണ്ണം വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചാർജ് ചെയ്യാനിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഏകദേശം ഒരു 2 മണിക്കൂറോളം ചാർജ് ചെയ്യാനിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും ബാറ്ററി ഇപ്പോൾ ഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്ക് അൺലോക്ക് ബട്ടൺ പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇതിലാണ് നമ്മൾ മോഡൊക്കെ സെറ്റ് ചെയ്യുന്നത്, ഏത് ടൈമാണെന്നൊക്കെ എവിടെയെന്നുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബട്ടൺ ഇതാണ്. സോ നമ്മൾ ഇവിടെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മണിക്കൂറിന് അവിടെ വരും, ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിറ്റിൻ്റെ അവിടെ വരും. എന്നിട്ട് നമ്മളിവിടെ പ്ലസ് മൈനസ് നോക്കി ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു 3 സെക്കൻഡിൽ കൂടുതൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോഴാണ് ടൈം സെറ്റ് ആവാനുള്ള സംഭവം വരുന്നത്. എന്നിട്ട് ഇങ്ങനെ അവിടെ ഒരു കൗണ്ട് ഡൗൺ വരും, 5 4 3 2 1. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഫോൺ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണകത്ത് ആ 3 2 1 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കാവും. അപ്പോൾ ചെറിയൊരു സൗണ്ട് കേൾക്കും, അതിനർത്ഥം ലോക്ക് ആയിട്ടുണ്ടെന്നാണ്. പിന്നെ ആ ടൈമർ കഴിയാതെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിനൊരു ഷോർട്ട് കട്ട്, ഒരു എമർജൻസി ബട്ടൺ ഉണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. ഞാനും മിക്കവാറും അത് ഉപയോഗിക്കില്ല, കാര്യം ഞാനും അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാതെ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് കട്ട് ബട്ടൺ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് അത് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി കൂടും. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ വേണ്ടി പറ്റും, നമുക്ക് സിമ്പിളായിട്ട് തുറക്കാൻ വേണ്ടി പറ്റും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ ഫോണെടുത്ത് ഇതിനകത്തേക്ക് ഇടുന്നു. ഓക്കെ, എന്നിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ പവർ ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഉള്ളത് അവറിലാണ്. നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് മിനിറ്റിന് അങ്ങോട്ട് കൊണ്ടുവരുന്നു. എന്നിട്ട് ഇവിടുത്തെ ഈ പ്ലസ് ബട്ടണിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 1 മിനിറ്റ് ഇടാൻ വേണ്ടി പോകണം. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെക്കൻഡിൽ കൂടുതൽ ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. കണ്ടോ, 5 4 3 2 1 എന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു സൗണ്ടും കേൾക്കുന്നു, നോക്കിക്കോണം കേട്ടോ, ഒരു ഈ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടോ. അപ്പോൾ മോട്ടർ ആക്ടിവേറ്റഡ് ആയതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും, ഇവിടെ സെക്കൻഡ്സ് കൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ശരിക്കും നമ്മുടെ ഇതും ലോക്കായിട്ടുണ്ടാവണം. നമുക്ക് എന്തായാലും നോക്കാം. അതെ, ഇപ്പോൾ ഇനി എന്തൊക്കെ ചെയ്താലും ഇത് തുറന്നു വരില്ല. നമ്മൾ എത്രയൊക്കെ എൻ്റെ നഖം പോവും, എത്രയൊക്കെ നമ്മൾ തുറക്കാൻ നോക്കിയാലും സാധനം തുറന്നു വരില്ല. ഓക്കെ, ഇപ്പോൾ 32 സെക്കൻഡ് എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു ടൈമിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാണിച്ചാലും, ഏത് ബട്ടണൊക്കെ നിൽക്കിയാലും കണ്ടോ, എന്ത് നിൽക്കിയാലും ഒരു കാര്യമില്ല കണ്ടോ, അനങ്ങൂല ഈ സാധനം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ തന്നെ അത് അൺലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോൺ കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് ഉണ്ട്, അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോൺ കട്ട് ചെയ്യാനും പിടിക്കാനും നമുക്ക് അതുപോലെ തന്നെ ഫോണിലൂടെ കാണാനും പറ്റും. ഓക്കെ, ഇപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്, നിങ്ങൾ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ സാധനം പുറത്തേക്ക് വരും, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ വെക്കുന്നു, 1 മിനിറ്റ് ടൈം ഇടുന്നു, ഒരു 3 സെക്കൻഡിൽ കൂടുതൽ പ്രസ് ചെയ്ത് പിടിക്കുന്നു. 1 2 3 4 5 5 സെക്കൻഡ്. ഓക്കെ, ഇപ്പോൾ വരെ നമുക്ക് വേണമെങ്കിൽ തുറക്കാൻ വേണ്ടി പറ്റും. ഇനി തുറക്കാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, കണ്ടറിയാൻ വേണ്ടി പറ്റും, എന്ത് ചെയ്താലും തുറയില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഡിസ്പ്ലേ ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാനോ ഒന്നും പറ്റില്ല, ഇത് ഇങ്ങനെ തന്നെ കിടക്കും. ഓക്കെ, നമ്മൾ അപ്പോൾ ഓട്ടോ ഓഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയാകും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ട്രാക്ഷനും വേണ്ട, എന്തെങ്കിലും മെസ്സേജൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഫോണിൽ തിരിഞ്ഞു വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോണിനെ തിരിച്ചിട്ടിട്ട് നിങ്ങൾ ലോക്ക് ചെയ്താൽ മതി, പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ലോക്ക് ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടുനടക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫോണിൻ്റെ വെയിറ്റും ഇതിന് ഏകദേശം ഒരു 250 ഗ്രാം അങ്ങനെ തോന്നുന്ന വെയിറ്റ് എന്ന് പറഞ്ഞു. അത്യാവശ്യം ഒരു വെയിറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 500 ഗ്രാമിൻ്റെ അടുത്തൊക്കെ വെയിറ്റ് ആയിട്ടുണ്ട് സാധനത്തിന് മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അത്യാവശ്യം വർക്കിംഗ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ആണ്. നമ്മൾ മാക്സിമം ഇതേപോലെ സാധനങ്ങൾ ഉറങ്ങാൻ നേരത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിനൊക്കെ ഇറങ്ങുന്ന മുമ്പ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക്
ഇത് യൂസ്ഫുൾ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക്സിമം നമ്മുടെ ഫോൺ അഡിക്ഷനും കാര്യങ്ങളും നമ്മുടെ വർക്കിനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. എല്ലാവരും റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ ഫോൺ ഉപയോഗിക്കുക, കുറച്ച് ടൈമുകളിലേക്ക് ഉപയോഗിക്കുക. സോ നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരത്തേക്കും ബൈ.